അവന്യൂവിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഒത്തിരി പേര് ഓരോരോ പരേഡായി പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വീറ്റ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ അത് നമുക്ക് കാണാം. കിങ്സ്വേ അവന്യൂവിലായിരുന്നു ഈ ഒരു ഹോളിഡേ പരേഡ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നവംബർ 16 ഈവനിങ് ആയിരുന്നു ഈ ഒരു ഹോളിഡേ പരേഡ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് CNൻ്റെ ഒരു ഡിസ്പ്ലേ ഐറ്റമാണ്. സോ ഇതിൽ ചിലപ്പം സ്റ്റാഫായിരിക്കാം, ചിലപ്പം ഇപ്പോൾ ഒരു ഫാമിലി റൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ ഫാമിലീസും ഫ്രണ്ട്സൊക്കെ ആയിരിക്കും ആ ഒരു ഡിസ്പ്ലേൻ്റെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ക്യാൻഡീസും ഗിഫ്റ്റ്സൊക്കെ ഇവർ ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ടാവും. CNൻ്റെ ഡിസ്പ്ലേ ആ ഒരു ഐറ്റം അവർ റൺ ചെയ്ത് കുറച്ചൊന്ന് മുന്നോട്ട് പോയി കഴിയുമ്പം അടുത്തത് വന്നത് എഡ്മണ്ടൻ എൽക്സിൻ്റെ ഒരു ഡിസ്പ്ലേ ഒരു ട്രക്കായിരുന്നു. അതിൻ്റെ അകത്തൊരു വലിയ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എഡ്മണ്ടൻ എൽക്കും ഉണ്ടായിരുന്നു ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ധരിച്ചിട്ട്. പിന്നെ അവരുടെ വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ക്യാൻഡീസും ഗിഫ്റ്റ്സൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി അവരൊരു ബോൾ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. എഡ്മണ്ടൻ എൽക്കിൻ്റെ ഒരു ബോൾ എല്ലാവർക്കും, എനിക്ക് തോന്നുന്നു അതൊരു അമേരിക്കൻ ഫുട്ബോളിൽ യൂസ് ചെയ്യുന്ന ഒരു ബോളാണ് എല്ലാവർക്കും അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇതുപോലെ കുറേ ക്യാൻഡീസ് എല്ലാവരും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത വെഹിക്കിളും അല്ലെങ്കിൽ ട്രക്കോ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ളൊരു വലിയൊരു ആളോ അങ്ങനെ ഓരോരുത്തരും ഓരോരോ ഇഷ്ടത്തിനാണ് അവരൊക്കെ ഡെക്കറേറ്റ് ചെയ്തതും ഡിസ്പ്ലേ ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ്സും ക്യാൻഡീസും കളറിംഗ് ബുക്സ് ഇതൊക്കെ എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമായിരുന്നു. ഹോളിഡേ പരേഡ് സ്റ്റാർട്ട് ചെയ്തത് എഡ്മണ്ടൻ കിങ്സ്വേ അവന്യൂവിലായിരുന്നു. സോ കിങ്സ്വേ അവന്യൂവിൽ ഒരു കനേഡിയൻ സൂപ്പർ സ്റ്റോർ ഉണ്ട്. അവിടെ നിന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെയാണ് ഞങ്ങളുള്ളത്, സ്റ്റാർട്ടിംഗ് പോയിൻറ്റിലാണ് ഞങ്ങളുള്ളത്. ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കുറേ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പാരൻസൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. സോ ഇവിടുന്ന് ഇതുപോലെ ട്രക്സ് ആണെങ്കിലും അല്ലെങ്കിൽ കോസ്റ്റ്യൂം ധരിച്ചിട്ടുള്ള ഒരാളാണെങ്കിലും ഒരു ഫാമിലി റൺ ബിസിനസ്സോ എന്തും ആയിക്കോട്ടെ, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ബിസിനസ്സുകളെ നമുക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പബ്ലിക് സർവീസ് ചെയ്യുന്ന കുറേ ആൾക്കാരും ഈ ഒരു ഹോളിഡേ പരേഡിലുണ്ടായിരുന്നു. സോ അവരെല്ലാവരും ഇതുപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവർക്കും ചോക്ലേറ്റ്സും ക്യാൻഡീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ചെന്ന് അവസാനിക്കാൻ വേണ്ടി പോകുന്നത് കിങ്സ്വേ മോളിലാണ്. ക്യാൻഡീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പം കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഓടി വരുന്ന ഗ്ലെന്നാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ ഇങ്ങനെ ഈ ഒരു ഹോളിഡേ പരേഡ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവർ. പാരൻസ് ഉണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ ഏജിൻ്റെ ഒരു ലിമിറ്റ് ഇല്ലാതെ ഒത്തിരി പേര് ഇവിടെ ഈ ഒരു ഹോളിഡേ പരേഡ് കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. സോ എല്ലാവർക്കും സിംഗിളായിട്ട് പോയിട്ട് ഓരോന്ന് കൊടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങൾ നേരത്തെ കണ്ട പോലെ ചില ആൾക്കാർ ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ ത്രോ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. സോ നമ്മളത് പിക്ക് ചെയ്തെടുക്കണം. മറ്റ് ചിലർ ഇതുപോലെ കോസ്റ്റ്യൂം ധരിച്ച ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ വോളണ്ടിയേഴ്സ് ആണെങ്കിലും അവരുടെ ഗിഫ്റ്റ്സും അല്ലെങ്കിൽ ക്യാൻഡീസും നമ്മളടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കല്ല, നമ്മൾ പോയി ഗ്യാദർ ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർ കയ്യിലിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം വളരെ ഫാസ്റ്റാണ് എല്ലാം നടക്കുന്നത്. അത്രയും ടൈമൊന്നും അവിടെ ഇല്ല. കാരണം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. അവരുടെ ആ ഒരു ഡിസ്പ്ലേയുടെ കൂടെ ഇവരും നടന്നു പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് ആർക്കൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റുമോ അവർക്ക് എല്ലാവർക്കും അവർ കൊടുക്കുന്നുണ്ട്. ഓരോ ഡിസ്പ്ലേ പീസും ഹോളിഡേ പരേഡിൻ്റെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാ കുട്ടികളുടെ മുഖത്തും ഒരു ആകാംക്ഷയാണ്. അടുത്തത് എന്താണ് അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ഒരു ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്ത് ക്യാൻഡി ആയിരിക്കും കിട്ടുന്നത്. ചില കുട്ടികളൊക്കെ ചൂസ് ചെയ്യായിരുന്നു, എനിക്ക് അത് മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് മതി, ഇത് വേണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ആ ഒരു ചൂസിങ് ഒന്നും ഇവിടെ നടക്കില്ല. കാരണം അവരങ്ങത് ത്രോ ചെയ്യുവാണ് നമ്മുടെ സൈഡിലേക്ക്. അല്ലെങ്കിൽ അവർ ആ ഒരു ഗിഫ്റ്റും കൊണ്ട് നമ്മളെ അടുത്തേക്ക് വരുമ്പം എല്ലാവരും അത് കളക്ട് ചെയ്യുന്നുണ്ട്.
ഉണ്ട്. കുറച്ച് പേരൊക്കെ എനിക്ക് വേണ്ടാന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലേ. പക്ഷേ ഞാൻ കണ്ട ഒത്തിരി പേര്, എല്ലാ കുട്ടികളും അത് കളക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വന്ന് നിന്ന എല്ലാവരുടെ മുഖത്തും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു അന്ന്. പ്രത്യേകിച്ച് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നവംബർ 16 നല്ല തണുപ്പുണ്ടായിരുന്നു. അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങളെപ്പോലെ, അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം. സോ അൺഎക്സ്പെക്റ്റഡായിട്ട് വന്ന ആൾക്കാർ പോലും ഉണ്ട്. ഒരുപാട് ഗ്ലൗസും കാര്യങ്ങളൊന്നും ഇല്ലാതെയും ആ ഒരു പ്രോപ്പർ വിൻ്ററിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തണുപ്പിന് വേണ്ടിയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാതെയും വന്ന ആൾക്കാർ പോലും ആ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇങ്ങനെ ഓരോന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികളുടെ മുഖത്താണെങ്കിലും അല്ലെങ്കിൽ വലിയ അഡൽട്സിൻ്റെ മുഖത്താണെങ്കിലും കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരും ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെ മുഖത്തും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എഡ്മണ്ടൺ പോലീസിൻ്റെയാണ് RCMPയുടെ ഒരു ഡിസ്പ്ലേ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ നന്നായിട്ട് തന്നെ അവരുടെ പോലീസ് വെഹിക്കിൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊരു ഡിസ്പ്ലേയും കൂടെ അവർ വെച്ചിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ പോലീസ്, ഫയർ ഫൈറ്റർ, അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ അവരും ഈ ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കൂടെ വരുന്ന ആൾക്കാരും നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ഇതുപോലെ ലൈറ്റ്സൊക്കെ കഴുത്തിലൊക്കെ തൂക്കിയിട്ടാണ് എല്ലാവർക്കും ഓരോന്നൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. സോ കുട്ടികൾക്കും അത് കാണാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിരുന്നു. കാരണം ഇതാ ലൈറ്റൊക്കെ തൂക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് കുറച്ച് പേര് വരുന്നു, അവരെ എനിക്ക് ഗിഫ്റ്റ്സ് കൊണ്ട് തരുന്നു, ക്യാൻഡീസ് കൊണ്ട് തരുന്നു. സോ കളക്ട് ചെയ്യാനും കുട്ടികൾക്ക് ഒന്നുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് എഡ്മണ്ടൺ ഫുഡ് ബാങ്കിൻ്റെയാണ്. സോ അവരും കുറച്ച് സ്റ്റിക്കേഴ്സും കളറിങ് ബുക്സും ക്യാൻഡീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ലോക്കലി റൺ ചെയ്യുന്ന ബിസിനസ്സുകൾ മാത്രമല്ല, അല്ലെങ്കിൽ ഫാമിലീസ് റൺ ചെയ്യുന്ന ബിസിനസ്സോ അല്ലെങ്കിൽ കിങ്സ്വേ മോളിൽ നമ്മൾ കാണുന്ന ഫുഡ് സ്റ്റോർ ഉണ്ടല്ലോ, അവർ മാത്രമല്ല ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്നത്. ഇതുപോലെ പബ്ലിക് സർവീസസ് ചെയ്യുന്ന ആൾക്കാരും ഈ ഒരു ഹോളിഡേ പരേഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ നിങ്ങൾ കണ്ട പോലെ തന്നെ ഫുഡ് ബാങ്ക്, പിന്നെ RCMP, പിന്നെ അങ്ങനെ ഒരുപാട് പേര്, നെയ്ബർഹുഡ് വാച്ച്, അങ്ങനെയുള്ള ഒരുപാട് പേര് ഈ ഒരു ഹോളിഡേ പരേഡിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾ ശരിക്കും കനേഡിയൻ സൂപ്പർ സ്റ്റോറിൽ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. പക്ഷേ അവിടെ റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്ത് ഫുൾ ട്രാഫിക് ആയിരുന്നു. അതുപോലെ തന്നെ ട്രാഫിക് പോലീസ് എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടേക്കുമായിരുന്നു. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ വാഗണിലൊക്കെ കുട്ടികളൊക്കെ കയറി പാരൻസ് തള്ളിക്കൊണ്ട് പോകുന്നുമുണ്ട്. അപ്പോൾ എന്തോ സംഭവം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ചുറ്റിക്കറങ്ങി ഒരുപാട് സമയമെടുത്ത് സൂപ്പർ സ്റ്റോറിൻ്റെ പാർക്കിങ്ങിൽ ചെന്നു. എന്തോ ഭാഗ്യത്തിന് സൂപ്പർ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ നിന്നായിരുന്നു ഈ ഒരു ഹോളിഡേ പരേഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ശതമാനം പോലും മിസ് ചെയ്യാതെ ഞങ്ങൾക്ക് ഫ്രം ദ സ്റ്റാർട്ടിങ് ടിൽ ദി എൻഡ് എല്ലാം ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ കാണാൻ വേണ്ടി പറ്റി. ഒത്തിരി പേര് ഈ ഒരു ഹോളിഡേ പരേഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കിങ്സ്വേ അവന്യൂ ഫുൾ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുമായിരുന്നു. ഈവൻ കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഈ ഒരു ഹോളിഡേ പരേഡ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം നല്ല തണുപ്പായിരുന്നു, സ്നോഫോൾ ഉണ്ടായിരുന്നില്ല, നല്ല തണുപ്പായിരുന്നു. പക്ഷേ ആ ഒരു തണുപ്പിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ആരുടെയും മുഖത്ത് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു എല്ലാവരും. ഈ ഒരു സെലിബ്രേഷനെ എന്തുമാത്രം ഇൻട്രസ്റ്റിങ്ങോടെയാണ് ഓരോരുത്തരും കാണുന്നത്, അല്ലെങ്കിൽ ഓരോരുത്തരും ഇത് വിറ്റ്നസ് ചെയ്യുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇതുപോലെയൊന്നും ഒത്തിരി മുന്നേ ഒന്നും ഒരു ക്രിസ്മസ് സെലിബ്രേഷനും സ്റ്റാർട്ട് ചെയ്യില്ല. നവംബർ 16 ഈ ഒരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കിങ്സ്വേ പരേഡ് നടന്നത് നവംബർ 16 1.5 മാസം മുന്നേ ഇവിടെ സെലിബ്രേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. സോ അത്രയും ഇൻട്രസ്റ്റോടെയാണ് ഇവർ ആ ഒരു ക്രിസ്മസിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ സെലിബ്രേഷൻസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അത് കണ്ടപ്പം ഒരു അതിശയമായിരുന്നു. ഇവിടെയുള്ള ആൾക്കാർ എന്തുമാത്രം ഇഷ്ടത്തോടെയാണ് ക്രിസ്മസിൻ്റെ ഓരോരോ ആഘോഷങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ചപ്പോൾ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഒരു ക്രിസ്മസ് മൂഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മളൊന്ന് പുൽക്കൂട് ഒരുക്കാൻ വേണ്ടി തുടങ്ങുന്നതും ചില ആൾക്കാർ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങുന്നതും ആ ഒരു ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും. സ്റ്റാർ തൂക്കുന്നത്
അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നതേ ഡിസംബർ ഫസ്റ്റ് വീക്കിലായിരിക്കും. അപ്പോഴാണ് എല്ലാവർക്കും ആ ഒരു ക്രിസ്മസ് മൂഡ് തുടങ്ങുന്നത്. പക്ഷേ ഇവിടെ നേരെ മറിച്ച് ഒരു മാസം മുന്നേ, 1.5 മാസം മുന്നേ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ഈ ഒരു ഹോളിഡേ പരേഡ് കൂടി ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുവാണ്. കിങ്സ്വേ മോളിലാണെങ്കിലും എല്ലാ മോളിലും ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ടുണ്ടാവും, ക്രിസ്മസ് ട്രീസൊക്കെ ഉണ്ടാവും. ചെറിയ ക്രിസ്മസ് ട്രീ തൊട്ട് വലിയ പടുകൂറ്റൻ ക്രിസ്മസ് ട്രീ വരെയുള്ള മോൾസ് വരെ ഈ ഒരു എഡ്മണ്ടനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ എല്ലാ മോൾസിലും സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ഉണ്ടാവും. സാന്റാക്ലോസിൻ്റെ കൗണ്ടേഴ്സ് ഉണ്ടാവും. ആറ്റ് നോർത്ത് പോൾ എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ടൈറ്റിലൊക്കെ കൊടുത്തിട്ടുള്ള കൗണ്ടേഴ്സൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ അവിടെ ചെന്ന് നമുക്ക് ഫാമിലി ഫോട്ടോ, കിഡ്സിൻ്റെ ഫോട്ടോ എന്ത് വേണമെങ്കിലൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാ ബിൽഡിങ്സും എല്ലാ സ്റ്റോറുകളും ഷോപ്സും റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനേക്കാളും കൂടുതൽ ഹാലോവീൻ കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ ഹൗസസ് ഡെക്കറേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും ക്രിസ്മസിന് വേണ്ടിയിട്ട്. അങ്ങനെ ഓരോരുത്തരും, ഈവൺ ഒരു ചെറിയ കുട്ടി തൊട്ടിട്ട് ഇവിടെയുള്ള ഏറ്റവും മുതിർന്ന ആൾ പോലും അത്രയും ഇൻട്രസ്റ്റോടു കൂടിയാണ് ക്രിസ്മസിനെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോർമൽ ഒരു റോഡ് ഏരിയയിലെ നമ്മുടെ കാറൊക്കെ പോകുന്ന അല്ലെങ്കിൽ വെഹിക്കിൾസ് പോകുന്ന ഒരു സിഗ്നൽസൊക്കെ ഉള്ള ഒരു റോഡിൻ്റെ ആ ഒരു സൈഡിലാണ് ഈ ഒരു പ്രോഗ്രാം നടക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി ഓൺഗോയിങ് ട്രാഫിക് ഉണ്ടായിരുന്നില്ല. എല്ലാ സൈഡ്സും പോലീസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇങ്ങനെയൊക്കെയുള്ള വലിയ ട്രക്കൊക്കെ വരുമ്പം കുറച്ചൊരു റിസ്ക്കി ആയിരുന്നു. കാരണം കുട്ടികൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നില്ല. അവർ ആ ഒരു ക്യാൻഡി കളക്ട് ചെയ്യാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഓടിച്ചാടി ചിലപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാം. പക്ഷേ ഓടിക്കുന്ന ആൾക്കാർ നല്ല ക്ഷമയോടുകൂടിയും നല്ല ശ്രദ്ധിച്ചിട്ടായിരുന്നു അതൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഏവിയേഷൻ മ്യൂസിയത്തിലെ ഒരു സ്റ്റാഫായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എല്ലാ കുട്ടികൾക്കും കൈ കൊടുത്താണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ആ ഒരു ടൈം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവസാനം ആകുമ്പോഴാണ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും സൂപ്പർ ഹീറോസും അവരുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഫാമിലി റൺ ബിസിനസ്സൊക്കെ ഉള്ള ആൾക്കാരും ഇതുപോലെ ഈ ഒരു പരേഡിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഫാമിലീസ് ഉണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ക്യാൻഡീസൊക്കെ അതിൻ്റെ അകത്ത് നിന്ന് ത്രോ ചെയ്ത് പുറത്തേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ഹോളിഡേ പരേഡായിരുന്നു. അടുത്ത വന്നത് നമ്മുടെ ഓയിലേഴ്സിൻ്റെതായിരുന്നു. അവസാനമായപ്പോഴാണ് ഒന്നും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയത്. എഡ്മണ്ടൺ ഓയിലേഴ്സ് വരുന്നു, ഏവിയേഷൻ മ്യൂസിയത്തിലെ ഡിസ്പ്ലേ, പിന്നെ അതുപോലെ നല്ല പാട്ടും ബഹളവും ബാൻഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് പേര് ലാസ്റ്റ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു ലാസ്റ്റിലെ ഡിസ്പ്ലേസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയായിരുന്നു ലാസ്റ്റത്തെ ഹോളിഡേ പരേഡിൻ്റെ കുറേ ഡിസ്പ്ലേസ് ഉണ്ടായിരുന്നത്. കുറേ പേര് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാൻഡീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയി. മീൻസ് നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്ത് സാന്റ ഇനി ലാസ്റ്റ് ഈ ഒരു പരേഡിൽ ജോയിൻ ചെയ്യുവാണ്. ഈ വോളണ്ടിയേഴ്സും നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു. നല്ല ഡ്രസ്സപ്പൊക്കെ ചെയ്ത് ലൈറ്റപ്പൊക്കെ ചെയ്തിട്ടായിരുന്നു ഈ കൂട്ടത്തിലുള്ള വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നത്. ഈ ഒരു ഹോളിഡേ പരേഡിൻ്റെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് തിങ് ആണ് ഇതിപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഫേവറേറ്റ് സാന്റാക്ലോസ് ആണ് വരുന്നത്. ഈ ഒരു ഹോഴ്സ്ലേ റൈഡിൽ കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ സാന്റാക്ലോസ് വരുന്നത്. എല്ലാവരെയും നോക്കി ചിരിച്ച് കൈയൊക്കെ വേവ് ചെയ്തിട്ടാണ് സാന്റാക്ലോസ് ഈ ഒരു പരേഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ഹോഴ്സ്ലേ റൈഡിൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങളെയും കാണാൻ വേണ്ടി പറ്റും. സോ കുറേ കുഞ്ഞുങ്ങളും സാന്റാക്ലോസൊക്കെ ആയിട്ട് ഈ ഒരു ഹോളിഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പരേഡായിരുന്നു ഇത്. ഫ്രണ്ട്സ്, ഇപ്പം നമ്മൾ ഹോളിഡേ പരേഡൊക്കെ കഴിഞ്ഞ് സാന്റേനൊക്കെ കണ്ട് ഒരു സീസണിൻ്റെ ഹോളിഡേ സീസൺ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയേക്കുവാണ്. അപ്പോൾ അവിടെ ആ റഷിൽ ഞങ്ങൾക്ക് കാണിക്കാനൊന്നും പറ്റിയില്ല എന്തൊക്കെയാണ് കിട്ടിയത് എന്നുള്ളത്. ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഒത്തിരി ക്യാൻഡീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെയൊക്കെയുള്ള ബോൾസും
സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ കളറിങ് പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഒത്തിരി കളറിങ് പേപ്പേഴ്സ് ഇതുപോലെ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൻ്റെ കൂടെ നമുക്ക് കളേഴ്സും ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ അട്രാക്റ്റഡ് ആയിട്ട് എനിക്ക് തോന്നിയതാണ് ഫ്രീ കിഡ്സ് മീലാണ് ബോസ്റ്റൺ പിസ്സേൻ്റെത്. അങ്ങനെ ഒത്തിരി വൗച്ചേഴ്സ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ കിട്ടിയ മറ്റൊരു സാധനമാണ് കോംപ്ലിമെൻ്ററി ഫോട്ടോ വിത്ത് സാൻഡ അറ്റ് കിങ്സ്വേ മോൾ. ഇത് ഒരു 2-3 കാർഡ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഹോളിഡേ പരേഡിൽ കിട്ടിയത്. അതുപോലെ വേറൊരു കാര്യം, ഡീപ്പ് ഫ്രീസിൻ്റെ ഒരു സാധനം കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. കിഡ്സിന് ഹോട്ട് കൊക്കോ ഒക്കെ കിട്ടുന്ന ഒരു സാധനമാണ്. പിന്നെ അതുതന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയ ലിറ്റിൽ പിസ്സ ഫ്രീ ആയിട്ടുള്ള കിഡ്സ് മീലിൻ്റെത്. പിന്നെ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും സാൻഡ ആ ഒരു ഹോളിഡേ പരേഡിലെ ലാസ്റ്റ് കിങ്സ്വേ മോളിലേക്കാണ് അത് പോകുന്നത്. നമ്മുടെ എഡ്മണ്ടൺ സൂപ്പർ സ്റ്റോറിൽ, അതായത് കനേഡിയൻ സൂപ്പർ സ്റ്റോറിൻ്റെ ആ ഒരു ഫ്രണ്ടിൽ നിന്നാണ് ഈ ഒരു പരേഡ് സ്റ്റാർട്ട് ചെയ്തത്. ഒത്തിരി പേരുണ്ടായിരുന്നു. ഒത്തിരി ഇതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും, ഫുഡ് ബാങ്ക്, RCMP, ഫയർ ഫൈറ്റേഴ്സിന് ഒരു ട്രക്ക്, അങ്ങനെ ഒത്തിരി ആൾക്കാരെ ഒരു പരേഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പോയി അവസാനിക്കാണ്ട് പോകുന്നത് കിങ്സ്വേ മോളിലേക്കാണ്. അപ്പോൾ ഈ സാൻഡ ഇവിടുന്ന് പരേഡായി പോയി അവർ ചെന്ന് ഇരിക്കുക. അവിടെ ഒരു സാൻഡാൻ്റെ കോട്ട് ഉണ്ടാവില്ല, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അപ്പം അവിടെ ചെന്നിട്ട് അത് അവസാനിക്കും. സോ ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ ആ കോട്ടിൽ ചെന്നിട്ട് ഇതുപോലെ ഫോട്ടോസൊക്കെ എടുക്കാം. പെയ്ഡ് ഫോട്ടോസ് ആയിരിക്കും. ഈ ഒരു കൂപ്പണിലുള്ള ആൾക്കാർക്ക് നമുക്ക് കോംപ്ലിമെൻ്ററി ഫോട്ടോസ് അവിടെ ചെന്നാൽ എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹോളിഡേ പരേഡിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് കനേഡിയൻ പാരഡൈസ്.